ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പതിറ്റാണ്ടുകളായി സമരങ്ങൾ നടക്കാറുണ്ട്. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും അവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ വിദ്യാർത്ഥി സമരം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ ഇത്രയേറെ സമ്മർദ്ദത്തിലാക്കിയത്? എന്തുകൊണ്ടാണ് ഈ സമരം പഴയ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഒന്നാമത്തെ കാരണം, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരമല്ല. സാധാരണയായി ഡൽഹിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ വലിയ സംഘടനയോ ഉണ്ടാകാറുണ്ട്. എന്നാൽ ജന്തർ മന്ദറിലെ ഈ സമരത്തിന് പിന്നിൽ പ്രധാനമായും വിദ്യാർത്ഥികളും യുവാക്കളുമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാർ. ആദ്യമായി സമരത്തിൽ പങ്കെടുക്കുന്നവരടക്കം ഒരേ ആവശ്യത്തിന് ഒരുമിച്ച് നിൽക്കുകയാണ്. അതാണ് ഈ പ്രക്ഷോഭത്തിന്റെ പ്രത്യേകത. രണ്ടാമത്തെ കാരണം, പരീക്ഷാ സംവിധാനത്തോടുള്ള വലിയ നിരാശ. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷകൾ റദ്ദാക്കൽ, സാങ്കേതിക തകരാറുകൾ, നിയമനങ്ങളിലെ അനിശ്ചിതത്വം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ വർഷങ്ങളായി വിദ്യാർത്ഥികളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ച ഈ പ്രശ്നങ്ങൾ ഒരു ഒറ്റ വിഷയമല്ല, രാജ്യത്തെ യുവാക്കളുടെ വിശ്വാസ പ്രതിസന്ധിയായി മാറിയെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. മൂന്നാമത്തെ കാരണം, തൊഴിലില്ലായ്മയുടെ ആശങ്ക. ഇന്ത്യയിലെ യുവാക്കളുടെ വലിയൊരു വിഭാഗം പഠനം പൂർത്തിയാക്കിയിട്ടും തൊഴിൽ ലഭിക്കാതെ കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് പരീക്ഷാ ക്രമക്കേടുകൾ ആവർത്തിക്കുന്നത്. പഠിച്ചാലും പരീക്ഷ നടക്കില്ല, പരീക്ഷ നടന്നാലും വിശ്വാസ്യതയില്ല, ജോലി എപ്പോൾ കിട്ടുമെന്നറിയില്ല എന്ന മാനസികാവസ്ഥയാണ് നിരവധി വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. ഈ അസംതൃപ്തിയാണ് പ്രതിഷേധത്തെ ശക്തമാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നാലാമത്തെ കാരണം, സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം. വിദ്യാഭ്യാസ പരിഷ്കാരവും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചു. പിന്നീട് അദ്ദേഹത്തെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയ സംഭവമാണ് പ്രതിഷേധത്തിന് പുതിയ ഊർജം നൽകിയത്. അതിനുശേഷം പാർലമെന്റിലേക്ക് മാർച്ച് എന്ന ആഹ്വാനം വൻ ജനപങ്കാളിത്തം നേടുകയായിരുന്നു. അഞ്ചാമത്തെ കാരണം, സർക്കാരിന്റെ സുരക്ഷാ നടപടികളും പോലീസുമായുള്ള ഏറ്റുമുട്ടലും. പാർലമെന്റിലേക്ക് നീങ്ങുന്ന പ്രതിഷേധക്കാരെ തടയാൻ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. ബാരിക്കേഡുകൾ, മെട്രോ സ്റ്റേഷനുകൾ അടക്കൽ, ചില മേഖലകളിൽ മൊബൈൽ ഇന്റർനെറ്റ് നിയന്ത്രണം, പ്രതിഷേധക്കാരെയും പോലീസിനെയും ഉൾപ്പെടുത്തി നടന്ന ഏറ്റുമുട്ടൽ എന്നിവ രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രതിഷേധക്കാർ സമാധാനപരമായി പ്രതിഷേധിക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് ആവശ്യമായ നടപടികളാണ് സ്വീകരിച്ചതെന്നും ഇരുവിഭാഗങ്ങളും വ്യത്യസ്ത വാദങ്ങൾ ഉന്നയിച്ചു. ആറാമത്തെ കാരണം, സോഷ്യൽ മീഡിയയുടെ ശക്തി. ഈ പ്രക്ഷോഭത്തിന്റെ വ്യാപനത്തിൽ സോഷ്യൽ മീഡിയ വലിയ പങ്ക് വഹിച്ചു. വിദ്യാർത്ഥികൾ തന്നെ വീഡിയോ, ലൈവ് അപ്ഡേറ്റുകൾ, പോസ്റ്റുകൾ എന്നിവയിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുവാക്കളെ ഒരുമിപ്പിച്ചു. ഓൺലൈനിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം യഥാർത്ഥ തെരുവ് സമരമായി മാറിയ അപൂർവ ഉദാഹരണമായാണ് ഇതിനെ പല നിരീക്ഷകരും കാണുന്നത്. ഏഴാമത്തെ കാരണം, ഇത് വിദ്യാഭ്യാസം മാത്രമല്ല, ഉത്തരവാദിത്തത്തിന്റെ ചോദ്യമായി മാറി. പ്രതിഷേധക്കാരുടെ ആവശ്യം പരീക്ഷാ ചോർച്ച അന്വേഷിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വിദ്യാഭ്യാസ സംവിധാനത്തിലെ വീഴ്ചകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, ബന്ധപ്പെട്ട മന്ത്രി രാജിവെക്കണം, യുവാക്കളുടെ ഭാവി സംരക്ഷിക്കണം എന്ന ആവശ്യങ്ങളാണ് ശക്തമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു വിദ്യാഭ്യാസ വിഷയത്തിൽ നിന്ന് ഭരണ നടപടികളെയും ഉത്തരവാദിത്തം ചോദ്യം ചെയ്യുന്ന വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചയായി മാറിയിരിക്കുകയാണ്. ജന്തർ മന്ദർ പല സമരങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ പ്രതിഷേധം വ്യത്യസ്തമാകുന്നത് ഇതൊരു സംഘടനയുടെയോ പാർട്ടിയുടെയോ ശബ്ദം മാത്രമല്ല. പരീക്ഷാ സംവിധാനത്തിലും തൊഴിലവസരങ്ങളിലും ഭാവിയിലും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വലിയ യുവജന വിഭാഗത്തിന്റെ അസംതൃപ്തിയാണ് പുറത്തുവരുന്നത്. ഈ പ്രക്ഷോഭം എങ്ങോട്ട് നീങ്ങും, സർക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്നാൽ ഒരു കാര്യം കൃത്യമാണ്, വിദ്യാഭ്യാസം, തൊഴിൽ, യുവജനങ്ങളുടെ ഭാവി എന്നീ വിഷയങ്ങൾ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ചർച്ചയായി മാറിയിരിക്കുകയാണ്.